ഡാർവിന്റെ കണ്ടുപിടുത്തങ്ങൾ 5 ഫൈൻഡിങ്സ് ആയിട്ട് നമ്മൾ ഡാർവിന്റെ ഈ കണ്ടുപിടുത്തൽ ഈ എവല്യൂഷനെ നമ്മൾ മാറ്റിയിട്ടുണ്ട്. എങ്ങനെയാണ് എവല്യൂഷൻ സംഭവിച്ചത്? ആദ്യം പറയുന്നതാണ് ഓവർ പ്രൊഡക്ഷൻ അഥവാ അമിതോൽപാദനം. ഫിഞ്ചസിന്റെ എണ്ണം വളരെയധികം കൂടി, അതാണ് അമിതോൽപാദനത്തിൽ നിങ്ങൾ എഴുതേണ്ടത്. ഒരു ജീവിയുടെ അല്ലെ ഗാലപ്പഗോസ് കുരുവികളുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിച്ചു. ഓവർ പ്രൊഡക്ഷൻ, ഓവറായിട്ട് പ്രൊഡ്യൂസ് ചെയ്തു. അതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. പിന്നെ അതിൽ വ്യതിയാനങ്ങൾ ഉണ്ടായിരുന്നു. നല്ല വ്യതിയാനങ്ങളും ഉണ്ട്, നല്ല ചീത്ത വ്യതിയാനങ്ങളും ഉണ്ട്. എന്നാൽ നിലനിൽപ്പിന് വേണ്ടിയുള്ള മത്സരം പിന്നീട് സംഭവിച്ചു. പിന്നീടാണ് ഉണ്ടായത് സ്ട്രഗിൾ ഫോർ എക്സിസ്റ്റൻസ്, അതായത് നിലനിൽപ്പിന് വേണ്ടിയുള്ള മത്സരം. എന്തായിരുന്നു? നമുക്കൊരു സാധനം ഉണ്ടെങ്കിൽ നമ്മൾ എല്ലാവരും കോമ്പറ്റീറ്റീവ് വേൾഡിലാണ് ജീവിക്കുന്നത് അല്ലെ. നമുക്കിപ്പോൾ എന്തൊരു സാധനം കിട്ടണമെങ്കിൽ ഇപ്പോൾ എൻട്രൻസ് ആയിക്കോട്ടെ, എന്ത് സാധനമാണെങ്കിലും നല്ല സ്പീഡിൽ നല്ല കാലം പെർഫോം ചെയ്യുന്ന അവരായിരിക്കും അവർ എപ്പോഴും മത്സരം നടത്തിക്കൊണ്ടേയിരിക്കും. അർഹതയുള്ളവരുടെ അതിജീവിക്കൽ, ഇങ്ങനെ കോമ്പറ്റീറ്റീവ് എക്സാമിനേഷൻസിൽ ആരാണ് മുന്നോട്ടത് അവരാണ് അതിന്റെ മുന്നിലേക്ക് പോകുക, ബാക്കിയുള്ളവരുടെ ബാക്കിൽ അടിച്ചമർത്തപ്പെടും. അതാണ് അർഹതയുള്ളവരുടെ അതിജീവിക്കൽ എന്ന് പറയുന്ന സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് എന്ന് പറയുന്നത്. അടുത്തതാണ് പ്രകൃതി നിർധാരണം. അമിതമായിട്ട് ഉൽപാദനം സംഭവിച്ചതിൽ നല്ല വേരിയേഷൻസ് ഉള്ളവര് നല്ല നിലനിൽപ്പിന് വേണ്ടി മത്സരം നടത്തുകയും അതിൽ അർഹതയുള്ളവര് അതിജീവിക്കും, അല്ലാത്തവരെ പ്രകൃതി എന്ന് പറയുന്നത് തട്ടിക്കളി മക്കളെ. അതാണ് പ്രകൃതി നിർധാരണം എന്ന് പറയുന്നത്. ഈ 5 പോയിന്റ്സ് വ്യക്തമായിട്ട് പഠിക്കുക. ഇതിന്റെ ഉള്ളിലുള്ള ചോദിക്കാൻ സാധ്യത കുറവാണ്, പക്ഷെ നിങ്ങളോട് ഈ 5 പോയിന്റ്സ് നിങ്ങളോട് ചോദിക്കും കേട്ടോ മക്കളെ. അപ്പൊ നിങ്ങൾ അമിതോൽപാദനം, വ്യതിയാനങ്ങൾ, നിലനിൽപ്പിന് വേണ്ടിയുള്ള മത്സരം, സ്ട്രഗിൾ ഫോർ എക്സിസ്റ്റൻസ് അല്ലെങ്കിൽ അർഹതയുള്ളവരുടെ അതിജീവിക്കൽ, സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ്, പ്രകൃതി നിർധാരണം, നാച്ചുറൽ സെലക്ഷൻ,